ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്കൊരു ഗാർനെറ്റ് കളർ അടിച്ചിട്ട് ഒരു ടൈപ്പ് 4 ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED, അങ്ങനെ ഫുൾ വർക്ക്. സിൽവർ കളർ വണ്ടിയായിരുന്നു, ഫുൾ വർക്ക് ചെയ്തിട്ട്, അതായത് ഇൻറ്റീരിയർ അടക്കം ചെയ്തിട്ട് വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻറ്റീരിയർ പെയിൻറ്റിങ് അടക്കം ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ, അതായത് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ വീഡിയോ ആദ്യം കണ്ടിട്ട് നമുക്ക് വണ്ടി കാണാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വാ. നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്ന കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർനെറ്റ് റെഡ് ആണ്. ഗാർനെറ്റ് റെഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റിക്കൊക്കെ പറഞ്ഞൊരു കളറാണ്. ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയും, നമ്മുടെ HUV-ക്കൊക്കെ വരുന്നുണ്ട് ആ ടൈപ്പ് കളർ. അപ്പോൾ ക്രിസ്റ്റിക്ക് പറഞ്ഞാൽ ഗാർനെറ്റ് റെഡ് എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിരിക്കുന്നത്. സിൽവർ കളർ വണ്ടിയായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി വന്ന് ബോഡി സെറ്റിങ്ങും പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് തുടങ്ങിയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർനെറ്റ് റെഡ് വണ്ടി ഇതായിട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ സെറ്റിങ് കാര്യങ്ങളെല്ലാം, ഫ്രണ്ടേജ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതിൽ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫൈനൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുൾ അഴിക്കലാണ്. ടോപ്പ് ഭാഗം ബ്ലാക്ക് അടിച്ചിട്ട് ആ ഒരു കോംബോയിൽ അടിക്കാനായിട്ട് ഫുൾ പാർട്സുകൾ അയച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്സുകളും അടിക്കുന്നുണ്ട്. ഫ്ലോർ മാറ്റിങ്ങൊക്കെ മാറും കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അത് പെയിൻറ്റിങ് ചെയ്യുന്ന ക്യാപ്സിയുടെ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് അതിൻ്റെ വാഷിങ് ചെയ്യും, അതിനുശേഷം ഡിഗ്രീസറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ അതിലേക്ക് വയ്ക്കുന്ന പെയിൻറ്റ് അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ മാറ്റ് ക്ലിയർ, നമ്മൾ ഗ്ലോസി ക്ലിയർ വരുന്നുണ്ട്, മാറ്റ് ക്ലിയർ വരുന്നുണ്ട്. ഇതിൽ മാറ്റ് ക്ലിയർ അടിച്ച് അങ്ങനെ ഫൈനൽ ലുക്ക് നമുക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം വാറ്റ്സ് ഇടും കേട്ടോ. നമ്മുടെ ഗാരേജിൽ നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട് അലോയ് വീല് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ഈ ഒരു വണ്ടിക്ക് അലോയ് വീല് ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അലോയ് വീല് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് അത് എമൗണ്ട് വരുന്ന കാരണമാണ് നമ്മൾ അങ്ങനെ പറയാറ്. ഒരു അലോയ് വീല് നമ്മൾ വീൽ അയക്കാണ്ട്, ടയർ അയക്കാണ്ട് നമ്മൾ അത് ആദ്യം ഉരച്ച് ക്ലീൻ ചെയ്യും. അതിനുശേഷം എപ്പോക്സി അടിക്കും. എപ്പോക്സി അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബേസ് കോട്ട്, ഇപ്പോൾ നമ്മൾ ഇതിനടിക്കാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്കാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് കോട്ട് അടിക്കണം, അതിനുശേഷം പെയിൻറ്റ് അടിക്കണം, ക്ലിയർ അടിക്കണം. ഇത്രയും പ്രോസസ്സിങ്ങാണ് വരുന്നത്. ക്ലിയർ അടിച്ചിട്ട് ചില ഇടങ്ങളിൽ കട്ട് ചെയ്ത് പോളിഷിങ് അടക്കം വേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രോസസ്സിങ് വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നല്ല എക്സ്പെൻസീവാണ്, കുറച്ച് എക്സ്പെൻസീവ്. അപ്പോൾ നമ്മൾ ഒരു അലോയ് വീൽ അടിക്കാനായിട്ട് 1500 രൂപ ഉള്ള നമ്മൾക്ക് എക്സ്പെൻസ് വരും. എന്നാൽ വീലയച്ച് ടയർ അയച്ചിട്ട് ആണ് അടിക്കണമെങ്കിൽ 2000 രൂപയോളം ഒരു അലോയ് വീൽ അടിക്കാനായിട്ട് കോസ്റ്റ് വരും.
വർക്ക് ഇതേ ഫുള്ളായിട്ട് തന്നെ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻസൈഡിലൊക്കെ ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റിങ് അതിനെല്ലാം ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ്, അതേപോലെ തന്നെ സൈഡ് പാനലുകൾ, അതേപോലെ സീറ്റ് കവർ എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഈ വണ്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് നോക്കണമെങ്കിൽ ടോപ്പ് ഭാഗം നമ്മൾക്കൊരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് കൊടുത്തു. ഈ ഭാഗം മാറ്റ് ഫിനിഷിങ്, മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഫിനിഷിങ്ങിൽ കൊടുത്തു. ബാക്കിയുള്ളത് ഒരു ഐവറി ടൈപ്പ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റീറിങ് സെൻറ്റർ ഭാഗം ബ്ലാക്ക് അടിച്ചു. അതേപോലെ ഡോർ പാഡ് ഈ ഒരു ഡിസൈനിൽ ഇത്രയും ഭാഗം മാറ്റ് ബ്ലാക്കും അതിൻ്റെ താഴ്ഭാഗത്ത് ഐവറി ആ ഒരു ഡിസൈനിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് സ്പോർട്ടി ടൈപ്പ് സീറ്റാണെങ്കിൽ ബാക്കിൽ നോർമൽ ടൈപ്പ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലും നോർമൽ ടൈപ്പ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭാഗം നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഡാഷ്ബോർഡിൻ്റെ പാനലുകളും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പ് നമ്മൾ മിക്ക വാഹനങ്ങളിലും ചെയ്യണ മാതിരി തന്നെ ഈ ഒരു ടൈപ്പ് സീറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗാർണറ്റഡ് വണ്ടി എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ നമ്മളെ വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.